Welcome back to Bosco Campus Vision. This is the 12th lecture of Introduction to Programming, topic tokens. What are tokens? Tokens are the smallest elements of a program which are meaningful to the compiler. Tokens in C is the most important element to be used in creating a program in C. The compiler identifies them as tokens. The smallest unit in a program or statement is called a token. അതായത് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിലെ അല്ലെങ്കിൽ ഒരു സ്മാളസ്റ്റ് യൂണിറ്റിനെ പറയുന്ന പേരാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഈ ടോക്കൺസ് ആയിരിക്കും പ്രോഗ്രാമിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. The tokens are classified as keywords, variables, operators, constants, special characters and strings. The tokens are classified as keywords, variables, constants, operators, special characters and string. കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു ഫിഗറാണ് കാണിച്ചത്. സി ടോക്കൺസിനെ നമ്മൾ കീവേഡായിട്ട് ക്ലാസിഫൈ ചെയ്തു. കീവേഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ എഴുതുമ്പോൾ നമുക്കറിയാം ഡു, വൈൽ, വോയിഡ് എന്നൊക്കെ പറയുന്നതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇനി പിന്നെ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് 45, 21 അങ്ങനെ എക്സാമ്പിളാണ് ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ ഐഡൻറ്റിഫയർ പറഞ്ഞേക്കുന്ന NUM, നം എന്ന് അല്ലെങ്കിൽ PI എന്നൊക്കെ പറഞ്ഞാണ് ഐഡൻറ്റിഫയേഴ്സിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ സ്ട്രിങ്, ഡബിൾ കോഡ്സിൽ ഒരു നെയിം റാം എന്നുള്ളത്, പിന്നെന്താ അല്ലെ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് റഹീം എന്നുള്ളതൊക്കെയാണ് സ്ട്രിങ് നെയിംസ്. പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ആംഗിൾ ബ്രാക്കറ്റ്, പിന്നെ ബ്രേസസ്, പെർസെൻറ്റേജ് സിമ്പിൾ, ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ്, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതുപോലുള്ള സിമ്പിൾസാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സി ടോക്കൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് കീവേഡ്സ്, കോൺസ്റ്റൻസ്, ഐഡൻറ്റിഫയർ, സ്ട്രിങ്, സ്പെഷ്യൽ സിമ്പിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഈസ് കോൾഡ് ടോക്കൺ. Tokens in C is the most important element to be used in creating a program in C. We can define the token as the smallest individual element in C. C പ്രോഗ്രാമിൻ്റെ അകത്ത് സ്മോളസ്റ്റ് എലമെൻറ്റിനെ പറയുന്ന പേരാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി cannot create a sentence without using words. നമുക്കറിയാം വേർഡ്സ്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അകത്ത് വേർഡ്സ് ഉപയോഗിക്കാതെ നമുക്ക് ഒരിക്കലും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വി കനോട്ട് ക്രിയേറ്റ് എ പ്രോഗ്രാം ഇൻ സി വിത്തൗട്ട് യൂസിങ് ടോക്കൺസ് ഇൻ സി. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം സിക്കകത്ത്, സി ലാംഗ്വേജിൻ്റെ അകത്തൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ടോക്കൺസ് ഇല്ലാതെ പറ്റത്തില്ല. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അകത്ത് വേർഡ്സ് ഇല്ലാതെ സെൻറ്റൻസ് ക്രിയേറ്റ് ആവത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ടോക്കൺസ് ഇല്ലാതെ പ്രോഗ്രാം ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. Therefore, we can say that tokens in C is the building block or the basic component for creating a program in C language. Then, what are keywords? Keywords have fixed meanings which cannot be changed. Keywords serve as the basic building blocks for a program statement. Keywords എന്ന് പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് മീനിങ് ആയിരിക്കും, അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് സി പ്രോഗ്രാമിൻ്റെ അകത്ത് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് മീനിങ് കാണും. കീവേഡ്സ് സെർവ് ആസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ എ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റിലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കീവേഡ് ആയിരിക്കും. അപ്പോൾ കീവേഡിനെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് മീനിങ് ആയിരിക്കും, അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ വേരിയബിൾസോ, ദേ ആർ യൂസർ ഡിഫൈൻഡ് ആൻഡ് എനി നമ്പർ ഓഫ് വേരിയബിൾസ് ക്യാൻ ബി ഡിഫൈൻഡ് ടു സ്റ്റോർ ഡേറ്റ. വേരിയബിൾസ് എന്നുള്ള ആ നെയിമിൽ തന്നെ ഉണ്ട്, വേരി ചെയ്യുന്നതാണ് അല്ലയോ? അതിൻ്റെ മീനിങ് നമുക്ക് എപ്പോഴും വേരി ചെയ്യാൻ പറ്റും. എത്ര വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഏത് ഡേറ്റാസ് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. Then what is constants? Constants are values assigned to variables. ഈ വേരിയബിൾസിലോട്ട് നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഒരു നമ്പർ, ഇപ്പം എ എന്നൊരു വേരിയബിൾ ആണെങ്കിൽ എയിലോട്ട് A = 10 എന്ന് കൊടുത്താൽ എന്താ, 10 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റ് എന്തിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു? ആ വേരിയബിളിലോട്ട്, A എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. ദെൻ ഓപ്പറേറ്റേഴ്സ്, they are of different types and that are
യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ. ഓരോ എ പ്ലസ് ബി എന്നൊക്കെ എഴുതത്തില്ല, അതായത് ആ പ്ലസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ദേ ആർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഡിക്ലറേഷൻസ് ഇൻ സി. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്താണ്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ സ്ട്രിങ് എന്ന് പറയുന്നത് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു സീക്വൻസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അപ്പം കീവേഡ്സ്, വേരിയബിൾസ്, കോൺസ്റ്റൻസ്, ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രിങ്സ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് യൂസ്ഡ് ഇൻ സി ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കീവേഡ്സ് ഫിക്സഡ് മീനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് ബൈ ദ കമ്പൈലർ. ഓൾ ദ കീവേഡ്സ് ഹാവ് ബീൻ അസൈൻഡ് ഫിക്സഡ് മീനിങ്സ് ആൻഡ് ദേ കനോട്ട് ബി ചേഞ്ച്ഡ് ആൻഡ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ വേരിയബിൾ നെയിം. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഫിക്സഡ് മീനിങ് ആയിരിക്കും. അതിനെ നമ്മൾ കീവേഡ്സിനെ പറയുന്ന വേറൊരു പേരാണ് റിസർവ്ഡ് വേർഡ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വേരിയബിൾ നെയിമായിട്ട് നമുക്ക് ഈ കീവേഡ്സിനെ ഒരിക്കലും എടുക്കാനും പറ്റത്തില്ല. ഇപ്പോൾ എക്സാമ്പിളാണ് ഇൻറ്റ്, ക്യാർ, ബ്രേക്ക്, ലോങ്, സ്ട്രക്ക്, അതുപോലെ തന്നെ ഗോ ടു, സൈസ് ഓഫ്, വൈൽ എന്നൊക്കെ പറയുന്നതാണ് കീവേഡ്സ്. അതിന് അതിൻ്റേതായ മീനിങ് ഉണ്ട്, നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫയേഴ്സ്. A symbolic name used to refer to a variable, function, structure, union, etc. They are the names of variables, functions, arrays, etc. An identifier starts with an alphabet and is a sequence of letters and digits. They are used as defined names. ഈ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് നെയിംസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സിംബോളിക് നെയിം നമ്മൾ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, അപ്പോൾ ഒരു വേരിയബിളിനോ അല്ലെ ഒരു ഫംഗ്ഷനോ അല്ലെ ഒരു പോയിൻ്ററിനോ അല്ലെ അറേസിനോ വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംബോളിക് നെയിം കൊടുക്കുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ദേ ആർ ദ നെയിംസ് ഓഫ് വേരിയബിൾസ്, ഫങ്ഷൻസ്, യൂണിയൻസ്, അറേസ്, എക്സെട്ര. ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പം ഒരുപാട് റൂൾസ് ഉണ്ട്, അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ എനി ഓഫ് ദ ക്യാരക്ടർ, ഡിജിറ്റ് ഓർ അണ്ടർസ്കോർ. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ആൽഫബറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ക്യാരക്ടറോ ഡിജിറ്റോ അണ്ടർസ്കോറോ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഷുഡ് നോട്ട് ബിഗിൻ വിത്ത് എ ന്യൂമറിക്കൽ ഡിജിറ്റ്. ഒരു ന്യൂമറിക്കൽ ഡിജിറ്റ് കൊണ്ട് ഒരിക്കലും ഈ ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യരുത്. മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ഓർ അണ്ടർസ്കോർ. ഈ ഐഡൻറ്റിഫയേഴ്സിൻ്റെ അകത്ത് ഒന്നുകിൽ ലെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആവാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ മാത്രമേ. ഈ മൂന്നിൻ്റെ കോമ്പിനേഷൻ മാത്രമേ പറ്റത്തുള്ളൂ. only the first 31 characters are significant. ആദ്യത്തെ 31 ക്യാരക്ടേഴ്സ് മാത്രമേ ഇതിന് വാലിഡ് ആയിട്ട് ഉള്ളൂ. cannot use as a keyword. കീവേഡുകളൊന്നും നമ്മൾ ഈ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. Identifiers should be written in such a way that it is a meaningful, short and easy to read. അതായത് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുമ്പം നല്ല മീനിങ് ആയിരിക്കണം, പിന്നെ അതായിരിക്കണം ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ആയിരിക്കണം. മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസസ്. ഇടയ്ക്കുള്ള സ്പേസുകളൊന്നും പാടില്ല. ഇപ്പം ലെങ്ത് ഓഫ് ലൈൻ എന്ന് എഴുതുമ്പം അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് കാണത്തില്ല, അതൊക്കെ എന്ന് പറയുന്നത് ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് ആയിരിക്കും. എനിക്കൊരു യൂസർ ഡിഫൈൻഡ് ഐഡൻറ്റിഫയേഴ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കുന്നത് #define N10. അതായത് അടുത്തതെന്ന് പറയുന്നത് #define A15. ഒരു കോൺസ്റ്റൻ്റ് ആണ് 10ഉം 15 എന്ന് പറയുന്നത്. അപ്പം Nഉം A എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ യൂസർ ഡിഫൈൻഡ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. Today's question is explain tokens, what is a keyword and what is an identifier. First question is explain tokens. Second question, what is a keyword? And third question is what is an identifier. ഐഡൻറ്റിഫയർ എഴുതുമ്പം ആ റൂൾസും സ്പെസിഫൈ ചെയ്ത് എഴുതിയിരിക്കണം.